ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ. ആൾവാർകൾക്കൊക്കെ ദിവ്യസൂരി എന്ന് പേര്. ദിവ്യ പുരുഷന്മാർ. അവർ ചെയ്ത വേദം, അവർ പാടി പാസുരങ്ങൾക്ക് ദിവ്യപ്രബന്ധം എന്ന് പേര്. എന്നാ ചെയ്യും, കുഴപ്പമില്ല. അവർ പാടിയ പാസുരങ്ങൾക്കൊക്കെ ദിവ്യപ്രബന്ധം എന്ന് പേര്. അവർ പാടിയ ക്ഷേത്രങ്ങൾക്ക് ദിവ്യക്ഷേത്രം എന്ന് പേര്. എന്തിനു പറയാൻ വന്നു? ആലോട്യ സർവശാസ്ത്രാണി വിചാരിത പുനഃ ഇതമേകം സുനിഷ്പണ്ണം ധ്യേയോ നാരായണ സദാന്ന്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഭഗവത് പ്രാപ്തി കിട്ടൂ എന്നില്ല. ഭഗവാനെ ധ്യാനം ചെയ്യുക, അത് തന്നെയാണ് അന്തിമം. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എനിക്കിതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വ്യഥ വേണ്ട. ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ വ്യഥ വേണ്ട. അങ്ങനെ ഭട്ടതിരി ഗുരുവായൂരപ്പനെ നോക്കി പറയുന്നു, ഭൂമെന്ന് ഉലകമുണ്ട പെരുവായ. എല്ലാം പ്രളയകാലത്തിൽ തൻ്റെ വായിക്കാത്തിട്ട് താനും മിണ്ടാതെ ഇരുന്ന് സൃഷ്ടി അതേപടി പുനരേവ യഥാക്രമം യഥാപൂർവം അകൽപ്പയതെന്ന് സൃഷ്ടി ചെയ്യുന്ന ഗുരുവായൂരപ്പനോട് തന്നെ ഭട്ടതിരി ചോദിക്കുന്നു. സാത്വിക അഹങ്കാരം മൂലം, അഹങ്കാരത്തിൻ്റെ സാത്വികത മൂലം ആ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ അന്ധക്കരണങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നല്ലോ. അതേപോലെ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസംശാത് പുനഃ. അതിൻ്റെ താമസ അംഗത്തിൽ നിന്ന് ദശ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു. തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദ അജനിത്വത്ബലാത്. ഇതിനൊക്കെ ചുമ്മാ ഉണ്ടാവില്ല. ഇതൊക്കെ അതായത് ഒന്നും താനേ ഉണ്ടാവില്ല. ഇത് ഉണ്ടാക്കാൻ ഒരുത്തൻ വേണം. ഇതുണ്ടാവാൻ ഒരുത്തന്റെ ബലം വേണം. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പറയുന്നു, ന കേവലം മേ ഭവതശ്ച രാജന് ബലം ബലിനാം അപി ച അപരേഷാം. ശ്രീ ഭാഗവതത്തില് ഹിരണ്യകശിപു ശരിയല്ല, ശരിയല്ലേ? ഫാൻ കിടക്കുന്നതല്ലയോ? ഫാൻ ഇരിക്കണമെന്നല്ലേ? ഫാൻ ഓഫ് பண்ணுங்கோ. எங்க விட்டு? പ്രഹ്ലാദൻ ഇപ്പോൾ ശരിയാണല്ലോ. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പറയാണ്, എന്റെ ബലം കാരണം ഞാൻ ഇന്ദ്രനെ ജയിച്ചു, എന്റെ ബലം കാരണം ഞാൻ ചന്ദ്രനെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. എന്നോ ഇരിക്കേ, എന്നോ പ്രോബ്ലം ഇരിക്കുന്നില്ല. இதை பார்த்தே முடிஞ்சு போயிடும் இன்னைக்கு. இதை பார்த்தே 4 மணி ஆயிடும். അതൊക്കെ അച്ഛൻ വശപ്പെടുത്തിയ ബ്രഹ്മാവിന് പോലും ബലം കൊടുത്തവൻ അവൻ. അച്ഛൻ വശപ്പെടുത്തിയ ബ്രഹ്മാവിന് പോലും വരം കൊടുത്തവൻ ഭഗവാൻ. അതുകൊണ്ട്
ഞാൻ തന്നെ ബലശാലി, ഞാൻ തന്നെ ബലശാലി എന്നുള്ള ഡംബം വേണ്ട എന്ന് പ്രഹ്ലാദൻ അച്ഛൻ നോക്കി പറയുന്നു. ബലം ബലിനാം അഭിചാകരേഷം. ആരാണോ ലോകത്ത് ഏറ്റവും വലിയ ബലവാൻ എന്ന് പറഞ്ഞ് ഡംബമടിച്ചത്, അവനും ആ ഡംബമടിക്കാനുള്ള ബലവും കൊടുത്തത് ഭഗവാൻ. അതുകൊണ്ട് ഭട്ടതിരി ഇവിടെ ഗുരുവായൂരപ്പ ഈ ശബ്ദം ഉത്പത്തിയായാൽ ശബ്ദമാണ് ആകാശം എന്നുള്ള വലിയ ഭൂതത്തിന് ഈ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയും ഇതിനെ തന്നെ. ഈ പഞ്ചമഹാഭൂതത്തിൻ്റെയും വലിയതാണ്, പഞ്ചമഹാഭൂതത്തിലും ഏറ്റവും വലുത് ആകാശം. ആ ആകാശത്തിന് കാരണമായ തന്മാത്ര ശബ്ദം എന്നുള്ള തന്മാത്ര. ആ ശബ്ദം എന്നുള്ള തന്മാത്ര എവിടെ നിന്ന് വന്നിരിക്കുന്നു? ശബ്ദോ ജനിത്വത് ബലാത്. ഈ ശബ്ദം എന്നുള്ള തന്മാത്ര പുറപ്പെട്ടിരിക്കുന്നത് തത് ബലാത്. ശബ്ദാദ്യോമ തതസർജിത വിഭോ സ്പർശം തത മാരുതം തസ്മാത് രൂപം അത മഹഃ അധചരസം തോയം ച ഗന്ധം മഹീ ഏവം മാധവ. ഏവം മാധവ ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയത്താമസാത്. രാവിലെ പറഞ്ഞതുപോലെ ശരിയാക്കാം. അന്തള് ക്രാക്കില്ല. ശബ്ദത്തിൽ നിന്നും വ്യോമം, ആകാശം. രാവിലെ പറഞ്ഞു ഇതൊക്കെ, പിന്നെ ഒന്നുകൂടെ പറയണ്ട, പുനരുക്തി ദോഷം. അതുകൊണ്ട് അതൊന്നുകൂടെ പറയുന്നില്ല. പഞ്ചഭൂതങ്ങൾ ഉത്പത്തിയായി. എങ്ങനെ ഉത്പത്തിയായി എന്ന് ചോദിച്ചാൽ ഭട്ടതിരി പറയുന്നു ഏവം മാധവ. അതാണ് നോക്കേണ്ടത്. ഏവം മാധവ. ആ വാക്ക് ഓരോരോ നാമവും ഭട്ടതിരി ഇവിടെ വിളിക്കുന്നത് ആശ്ചര്യം. ഓരോ നാമം ഭട്ടതിരി വിളിക്കുന്നത് ആശ്ചര്യം. ഇവിടെ ഭൂമൻ എന്ന് വിളിച്ചു, അതിന് കാരണമുണ്ട്. ഇവിടെ മാധവ എന്ന് വിളിച്ചു, അതിനും കാരണമുണ്ട്. മാധവ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മായാ മഹാലക്ഷ്മിയാ തസ്യ പതി മാധവ. മഹാലക്ഷ്മിയുടെ പതി മാധവൻ. മഹാലക്ഷ്മി ആരാ? മായ. മായയുടെ പതി മാധവൻ. അപ്പോ ഏവം മാധവ പൂർവകലനാത്. നീ ഇതൊക്കെ സൃഷ്ടി ചെയ്തു. ഗുരുവായൂരപ്പൻ മാത്രമായിട്ട് സൃഷ്ടി ചെയ്തില്ല. ഗുരുവായൂരപ്പൻ മാത്രമായിട്ടല്ല സൃഷ്ടി ചെയ്യുന്നത്. പിന്നെന്താ? മാധവ, മഹാലക്ഷ്മിയുടെ കൂടെ ചേർന്നിരിക്കുന്ന ഭഗവാൻ സൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞു. ഇതിനാണ് ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചെയ്തു രാമാനുജാചാര്യർ. രാമാനുജാചാര്യർ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചെയ്തപ്പോൾ അവിടെ ആരംഭത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. ബ്രഹ്മണി ശ്രീനിവാസേ. ബ്രഹ്മം നാരായണനല്ല, ബ്രഹ്മം മഹാവിഷ്ണു അല്ല, പിന്നെയോ ബ്രഹ്മണി ശ്രീനിവാസേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരകരപ്പുണ്ടോ? 3 മൈക്കം വെച്ച് നോക്കി. ബ്രഹ്മണി ശ്രീനിവാസേ എന്ന് പറഞ്ഞു. ബ്രഹ്മണി ശ്രീനിവാസേ എന്ന് പറഞ്ഞാൽ എന്താ? മഹാലക്ഷ്മിയോട് കൂടെ ഇരിക്കുന്ന ഭഗവാൻ. അതർത്ഥം.
ദേവി തന്നെയാണ് അവിടെ പ്രേരണ, സർവ്വ സൃഷ്ടിക്ക് പ്രേരണ എന്നുള്ളത് ഇവിടെ മാധവ എന്നുള്ള പദം വിളിച്ച് ഭട്ടതിരി സംബോധന ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നു. ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാത്യധർമാന്വിതം ഭൂതഗ്രാമം ഇവം ത്വമേവ ഭഗവൻ പ്രാകാശയ താമസാത്. ഈ ഓരോരോ ഭൂതവും അതാത് കാരണത്തിൽ നിന്നും കാര്യമുത്പത്തിയായി വന്നത് വേറൊന്നുമല്ല, ത്വമേവ പ്രകാശന, നീ തന്നെയാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചത്. ഇതിനൊക്കെ സൃഷ്ടിച്ചത് മഹാലക്ഷ്മിയോട് കൂടെ ഇരിക്കുന്ന മഹാവിഷ്ണു, ശ്രീപതി ശ്രീനിവാസൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഒരു ശ്ലോകമുണ്ട്, പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാദാലയേശ മനുഷ്യം ഹൃദി ഭാവയാമി. രാധാസഹായം, രാധയോട് കൂടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നർത്ഥം. ആ ഗുരുവായൂരപ്പൻ സൃഷ്ടിച്ചു. ഇത് അനന്തരാമ ദീക്ഷിതർ ശ്ലോകം. ഇതുവാ ശരിയായില്ല. രാധയോട് കൂടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ. ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ. ഏതേ ഭൂതഗണാഃ തഥേന്ദ്രിയഗണാഃ ദേവാശ്ച ജാതാ പൃഥക് നോ ശേകുഃ ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈ അമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർ നുദഗണഃ തത്വാനി അമൂനി ആവിശൻ ചേഷ്ടാശക്തിം ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വൃഥാ. ഓരോരോ ദേവതകളും സൃഷ്ടിയായി. ഒരു ഓഫീസിൽ 10 അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവാം, പക്ഷേ മാനേജറായിട്ട് ഒരാളെ പാടുള്ളൂ. ഇല്ലെങ്കിൽ 10 ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ഉണ്ടാവാം, ജനറൽ മാനേജർ ഒരാളെ പാടുള്ളൂ. അതുപോലെ കാരണം എന്താ, 10 ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ഉണ്ടെങ്കിലും 10 ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യവും നന്നായിട്ട് നടക്കില്ല ഒരു ജനറൽ മാനേജർ ഇല്ലെങ്കിൽ. അതുപോലെ സൃഷ്ടി അങ്ങനെ ഒന്നാണ്, സൃഷ്ടി അങ്ങനെ ഒന്നാണ്. എങ്ങനെയാ? സൃഷ്ടിക്ക് ദേവന്മാരുണ്ട്, ഭൂതങ്ങളുണ്ട്, തന്മാത്രകളുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അരിയുണ്ട്, വെള്ളമുണ്ട്, അഗ്നിയുണ്ട്, പാലുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ പായസം ആവില്ല. പാചകം ചെയ്യുന്ന ഒരുത്തൻ വേണം, പായസം ചെയ്യാൻ അറിയുന്നവൻ ഒരുത്തൻ വേണം. ഇതൊക്കെ ഓരോന്നും മഹാഭൂതങ്ങളെന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നും കൺട്രോൾ ഇല്ലാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമി എല്ലാ ഭൂതങ്ങളുടെ അടുത്തും വിരോധം കാണിച്ചാൽ പിന്നെ ഭൂകമ്പം ഒഴിഞ്ഞ നേരം കാണില്ല. ഭൂമിയുടെ ശക്തി ആധിക്യമായി, ജലത്തിനെക്കാട്ടിലും ഭൂമിയുടെ ശക്തി കൂടി നിൽക്കുകയാണെങ്കിൽ ഭൂകമ്പം ഇല്ലാതെ നേരം കാണില്ല. ഫാൻ വേണ്ട. ഭൂകമ്പം ഒഴിഞ്ഞ നേരം കാണില്ല. അതുപോലെ ജലത്തിന്റെ നിരപ്പ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലഡ് ഒഴിഞ്ഞ നേരം കാണില്ല. വായുവിന്റെ ബലം വായു കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരെണ്ണം നിലത്തിൽ നിൽക്കില്ല, എല്ലാം കാറ്റിലിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ചുള്ളിക്കാറ്റ്, പേമാരി, അത് ഇതെന്ന് വരും. ഈ പഞ്ചമഹാഭൂതങ്ങളും ഒന്നോടൊന്ന് അനുസരിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരാൾ പേടിപ്പെടുത്താൻ വേണ്ടി വേണം. അതിന് ഭഗവാൻ പറയുന്നു, വേദവും പറയുന്നുണ്ട്,
ഉപനിഷത്തും പറയുന്നുണ്ട്, കപില ഭഗവാനും പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഭീഷാസ്മാദ്വാദഃ പവതേ ഭീഷോചേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി എന്ന് ഉപനിഷത്ത്. ഇതേ വിഷയം കപില ഭഗവാൻ അമ്മ ദേവഹൂതിക്ക് തൃതീയ സ്കന്ധത്തിൽ മത്വാതാദ്വായത്തെ വാതി വാതിഹി എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭയം കൊണ്ട് വായു ചലിക്കുന്നു, എൻ്റെ ഭയം കാരണം എന്മേലുള്ള എൻ്റെ അടുത്തുള്ള ഭയം കാരണം ഇന്ദ്രൻ മഴ പൊഴിയിക്കുന്നു, എൻ്റെ മേലുള്ള പേടി കാരണം സൂര്യൻ ഉദിക്കുന്നു. അപ്പം ഇതിനൊക്കെ ഒരാൾ ഇരുന്ന് നോക്കാൻ വേണം, പേടിപ്പെടുത്താനെങ്കിലും വേണം. അതാണ് ഭഗവാൻ സ്രഷ്ട. ആ സ്രഷ്ട ആക്റ്റീവ് അല്ലാതെ ഇവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ, ഇവരെന്ത് ചെയ്യാന്നറിയട്ടെ എന്ന് കുറച്ച് ആദ്യം ഫ്രീ ആയിട്ട് വിട്ടു. ഫ്രീ ആയിട്ട് വിട്ടപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് ഒന്നും അല്ലാതെ സൃഷ്ടിയാവുന്നില്ല, ഒരു സ്ട്രക്ചറും വന്നിട്ടില്ല. എല്ലാവരും നേരെ ഭഗവാന്റെ അടുക്കൽ വന്നു. ഭഗവാനെ പുരുഷസൂക്തം കൊണ്ട് പൂജനം ചെയ്തു. തേഷഗൃഹ്യസ്യ സ്തവിരസ്യ നാമ വേദം പറയുന്നു. ഈ പുരുഷസൂക്തം തന്നെ ഒരു യാഗമാണ്, വലിയ യാഗം. ദേവന്മാരൊക്കെ കൂടെ ചേർന്ന് ഭഗവാന് വേണ്ടി നടത്തുന്ന ഒരു യാഗം. ദേവാ അഗ്രേ തതബ്രുവൻ യസ്ത്വൈവം ബ്രാഹ്മണോ വിദ്യാത്. ബ്രഹ്മവിദ്യ കൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു യാഗം. അപ്പോൾ യാഗത്തിന് സമിത്ത് വേണം, യാഗത്തിന് ആജ്യം വേണം, യാഗത്തിന് ഇന്ധനം വേണം. അഗ്നി വേണ്ടേ? അഗ്നിയെ നല്ല എരിയ വയ്ക്കണമെങ്കിൽ അതിനുള്ള ഇന്ധനങ്ങളൊക്കെ വേണ്ടേ? വസന്തോ അസ്യാസീദാജ്യം. വസന്തം എന്ന് പറയുന്ന ഋതുവിനെ തന്നെ ആജ്യമാക്കി. ഹവിസ് വേണം, അന്നം. ഹവിസ് എന്ന് പറഞ്ഞാൽ കഞ്ഞി വടിക്കാത്ത അന്നം, കഞ്ഞി കളയാത്ത അന്നം. വസന്തോ അസ്യാസീദാജ്യം ഗ്രീഷ്മ ഇദ്മഹ. യാഗത്തിൽ ഒരു 21 സമിത്തെടുത്ത് കെട്ടിവെക്കും. അത് ഗ്രീഷ്മ ഋതുവിനെ സമിത്തായിട്ട് കെട്ടിവെച്ചു. ശരദ് ഹവിഹി, ശരത് ഋതു ഹവിയായി ഉപയോഗിച്ചു. 7 പരിധികൾ വേണം. സപ്താസ്യാസൻ പരിധയ ത്രിസപ്ത സമിതകൃത എന്ന ഒരു യാഗം. അപ്പൊ യാഗം ചെയ്തപ്പോൾ എന്താ ഫലനായിട്ട് വന്നത്? പരമാത്മാ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അവനെ അറിയാൻ വേറെ ഒരു വഴിയുമില്ല. ബ്രഹ്മവിദ്യ തന്നെ ഒരു വഴി എന്ന് വേദം പറഞ്ഞു. നാന്യപന്ഥാ വിദ്യത്തെ അനായ. ഇങ്ങനെ അറിയണമെങ്കിൽ, ഇദ്ദേഹത്തെ അറിയണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു യാഗം. ആ യാഗം ദേവതകളൊക്കെ കൂടെ ചേർന്ന് ചെയ്തു. പെർഫെക്റ്റ്. ദേവതകളൊക്കെ കൂടെ ചേർന്ന് യാഗം ചെയ്തു. അതേപോലെ ഭഗവാന്റെ അടുക്കൽ എല്ലാ ദേവതകളും വന്നു നിന്നു എന്ന് പറഞ്ഞു. എവിടെ വന്നു നിന്നു എന്ന് ഭട്ടതിരി ചോദിച്ചാൽ ഭട്ടതിരി പറയുന്നു, ഗുരുവായൂരപ്പ നിന്റെ മുമ്പിൽ വന്ന് നിന്നു. എവിടെ? എല്ലാവരും പുറപ്പെട്ട് ഗുരുവായൂരിൽ വന്ന് നിന്നു. എന്തിനാ വന്ന് നിന്നേ? സൃഷ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് ഗുരുവായൂരിൽ വന്ന്, ഗുരുവായൂർ അമ്പലനടയിൽ അല്ലെ ഒരു പാട്ടില്ലേ, അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് നിന്ന് കൃഷ്ണനെ കണ്ട് പറയുന്നു, നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങൾക്ക് സൃഷ്ടി ചെയ്യാനുള്ള ശക്തിയില്ല, ഈ ശക്തിപ്രധാനം നിങ്ങളിൽ നിന്ന് മാത്രം. അതുകൊണ്ട് ഈ സൃഷ്ടി ചെയ്യാൻ നിങ്ങളെ അധ്യക്ഷനായിരിക്കണം. ഞങ്ങൾ തന്നെ ചെയർമാനായിട്ടിരുന്നാൽ പറ്റില്ല, ഞങ്ങളിൽ അല്ലാതെ ഒരാൾ ചെയർമാനായിട്ട് വേണം.
സോ അസ്യാധ്യക്ഷ പരമേ വ്യോമൻ വേദം. അതിനൊക്കെ അധ്യക്ഷനായി വന്നിരിക്കുന്നു പരമാത്മ സാക്ഷിയായിട്ട്. അങ്ങനെ പരമാത്മാ ശ്രീമൻ നാരായണൻ ഇതൊക്കെ കൂടെ ചേർത്ത് ഒരു ഹിരണ്യ അണ്ഡമാക്കി വെച്ചു എന്ന് പറയാണ്. സ്വർണ്ണമുട്ട, അണ്ഡം എന്ന് പറഞ്ഞാൽ വലിയ മുട്ട. അത് കുറേ ദിവസം ഇങ്ങനെ വെള്ളത്തിനകത്തിരിക്കുകയാണ്. ആ വെള്ളത്തിന് പേരാണ് കാരണ ഉദകം. വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല, വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല. അതുപോലെ സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നുമേ ഇല്ല. എല്ലാ ജീവജാലങ്ങൾക്കും സർവപ്രാണദാത സൂര്യൻ. സൂര്യ ആത്മാ ജഗതസ്തുഷശ്ച വേദം പറയുന്നു. സൂര്യനാണ് എല്ലാത്തിനും, ജഗത്തിനെല്ലാം ആത്മാവായിട്ട് സൂര്യനാണ് തേജസ്സും ഓജസ്സും പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ആ കാരണ ഉദകത്തില് ഇങ്ങനെ ആ അണ്ഡം ഇട്ട് വെച്ചു. ഹൈരണ്യമണ്ഡം വൃഥ അണ്ഡം തദ്ഖലു പൂർവസൃഷ്ട സലിലേ തിഷ്ടത്സഹസ്രം സമാഗാ നിർവിന്ദൻ അകൃഥാഃ ചതുർദശ ജഗദ്രൂപം വിരാട് ആഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈഃ നിശേഷജീവാത്മകഃ നിർഭാതോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവമയാത്. അങ്ങനെ ഇട്ട് വെച്ച അണ്ഡം ശ്രീ ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്, വിസ്താരമായിട്ട് പറയുന്നുണ്ട്. സമയമില്ല. ഭാഗവതം 2-ാം സ്കന്ധം 5-ാമത്തെ അധ്യായം ഈ സൃഷ്ടിയുടെ ക്രമം പറയും. 22 ശ്ലോകം തൊട്ട് നോക്കിയാൽ ഇതേ വിഷയം ബഹുവിസ്താരമായിട്ട് ഒരു 10-15 ശ്ലോകത്തിൽ വിസ്താരമായിട്ട് പറഞ്ഞിരിക്കും. അത് ഭട്ടതിരി ഇവിടെ സംക്ഷിപ്തമായിട്ട് എന്നാൽ ഒരു അംശം പോലെ വിടാതെ അതോടുകൂടെ പ്രാർത്ഥനാ അംശവും കൂടെ ചേർന്ന് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ വെക്കുകയാണ്. അങ്ങനെ സൃഷ്ടിയായ അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ, അങ്ങനെ ജലത്തിൽ നിന്നും ഉദിച്ച അണ്ഡം സപ്തപ്രാകാരമധ്യേ സരസിജമുകുലോദ്ഭാസമാനേ ആ അണ്ഡം 1000 വർഷം അവിടെ തന്നെ ഒരനക്കവും ഇല്ലാതെ കിടക്കുന്നു. ഒരനക്കവുമില്ല, അങ്ങനെ കിടക്കുന്നു. എത്ര വർഷം? 1000 വർഷം. തിഷ്ടസഹസ്രം സമാഹ. 1000 എന്ന് പറഞ്ഞതേ ഉള്ളൂ, എത്ര കാലം എന്നറിയില്ല. ബഹുകാലം കടന്നു. ചതുർദശ ജഗദ്രൂപം വിരാട് ആഹ്വയം. അങ്ങനെ ആ അണ്ഡത്തിൽ നിന്നും താനേ ഭഗവാൻ തന്നെ വിരാട് രൂപനായി ഭവിച്ചു. വിരാട് രൂപം, ആശ്ചര്യമായ രൂപം, വിരാട് രൂപം, വിശ്വരൂപം എന്നർത്ഥം. ഭഗവാന്റെ ആദ്യമുണ്ടായ അവതാരം ഭഗവാൻ വിശ്വമായി മാറിയത്. അതായത് ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഭഗവാൻ എത്ര അവതാരമുണ്ട്? 10, പിന്നെ 24, 25. ഭാഗവതം പറയുന്നു അവതാരാഹ്യസംഖ്യേയാഹ. ഭഗവാന്റെ അവതാരം അസംഖ്യേയം. ഓരോരുത്തരുടെ ഹൃദയത്തിലും അന്തര്യാമിയായിട്ടൊരവതാരം, ഓരോ ജീവന്റെ അന്തര്യാമിയായ ഒരു അവതാരം.
അത് ഉപനിഷത്തെ പറയുന്നു. അങ്കുഷ്ടമാത്ര പുരുഷോങ്കുഷ്ടഞ്ച സമാശ്രിത. ഓരോ ദേഹിക്കും ശരീരത്തിലും ഓരോ ദേഹത്തിലും ദേഹിയായി ഭഗവാൻ തന്നെ ശയിക്കുന്നു. അതോരോരോ അവതാരം. അങ്ങനെ അവതാരാണ് അസംഖ്യയാണ്. 1, 2 ഇല്ല, 10, 20, 5, 20, 30 ഒന്നുമല്ല. ആദ്യ അവതാരം സ്വയമേ വിശ്വമായി മാറിയത്. അവതാരം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകടനമാകുന്നത് എന്നർത്ഥം. വിശ്വമായി പ്രകടനമായി, അത് തന്നെ ഫസ്റ്റ് അവതാരം. ആ അവതാരം എടുത്ത് വിശ്വമായിട്ട് മാറി ത്വദ്രൂപം ജഗദ്രൂപമായിട്ട് മാറിയ രൂപം. ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. അവ വന്നപ്പോ ഇങ്ങനെ ഇരിക്കുന്ന അവതാരം ലോകത്തിൽ ആരൊക്കെയുണ്ട്. വിരാട് രൂപനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാസുദേവ സർവമിതി എന്ന ഉപാസന തന്നെയാണ് വിരാട് രൂപ ഉപാസന. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ സ്വപാകേ ച പണ്ഡിതാഹ സമദർശിനഃ. അത് തന്നെയാണ് വിരാട് രൂപ ഉപാസന. ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസന ഇത് വിരാട് രൂപ ഉപാസന. എല്ലാവരും ഭഗവാനായിട്ട് കാണുക. വിദ്യാ വിനയം ഉള്ള ബ്രാഹ്മണനെയും ഭഗവാനായിട്ട് കാണുക. ചെളിയിൽ ഉരുണ്ട് നടക്കുന്ന പുഴുവിനെയും ഭഗവാനായിട്ട് കാണുക. എന്തെങ്കിലും എച്ചിലിന് ഇട്ട് കൊടുത്താൽ അതിനെ കടിക്കുന്ന പട്ടിയെയും ഭഗവാനായിട്ട് കാണുക. പശുവിനെയും ഭഗവാനായിട്ട് കാണുക. ആനയും ഭഗവാനായിട്ട് കാണുക. ഇത് പണ്ഡിതാഹ സമദർശിനഃ എന്ന്. വിരാട് രൂപം എന്ന് പറഞ്ഞാൽ വിശ്വരൂപം. ആ വിശ്വരൂപം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എല്ലാം അഹം ഇതം സർവം വാസുദേവ. എല്ലാം വാസുദേവമയം. വാസുദേവമയം ജഗത് സർവം എന്നുള്ള ആ ദൃഷ്ടി. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ആർക്കൊക്കെ കണ്ണുണ്ടോ, ആർക്കൊക്കെ കാതുണ്ടോ, ആർക്കൊക്കെ കൈയുണ്ടോ, എല്ലാം ഭഗവാന്റെ കൈ. കാരണം എല്ലാവരും ഭഗവാൻ. എല്ലാവരും ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ കണ്ണ് അതും ഭഗവാൻ. കണ്ണും ഭഗവാന്റെ കണ്ണ്. നമുക്കുള്ള കണ്ണ് ഭഗവാന്റെ കണ്ണ്. നമുക്കുള്ള തല ഭഗവാന്റെ തല. 1000 കൈ, 1000 തല, 1000 കാത്. അത് പറയുന്നു, സാഹസ്രൈ കരപാദമൂർധനിവഹൈഃ വിശേഷ ജീവാത്മകഃ നിർഭാതോസി മരുത്പുരപദേ. ഇങ്ങനെ ജീവാത്മാരൂപത്തിലും പ്രകാശിക്കുന്ന പരമാത്മാ എന്ന് വിളിക്കാതെ ജീവാത്മാരൂപത്തിലും പ്രകാശിക്കുന്ന ഗുരുവായൂരപ്പ മരുത്പുരപദേ എന്താന്ന് ചോദിച്ചു കൃഷ്ണൻ. ഭട്ടതിരി പറഞ്ഞു, സമാം ത്രായസ്വ സർവാമയാത്. എൻ്റെ വ്യാധിയിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. ഭട്ടതിരിയുടെ വ്യാധി എന്താ? വാതം. ഒരു മുട്ടുരോഗം മാത്രമല്ല അത്. മുട്ടിൽ വരുന്ന ഒരു രോഗം, ഒരു തരം. അതല്ല ഭട്ടതിരിക്കുള്ള രോഗം. മുഖ്യമായി നോക്കിക്കഴിഞ്ഞാൽ 4 വിധത്തിലെ രോഗമേ ഉള്ളൂ. കഫം, വാതം, പിത്തം, ശ്ലേഷ്യം. ഇതില്ലാതെ ഒരു രോഗം ഉണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. ആ രോഗത്തിന് നാഡിയില്ല. ആ രോഗം സംസാര രോഗം. ആ സംസാര രോഗത്തിൽ നിന്ന് എന്നെ സാമാം ത്രായസ്വ സർവ ആമയാത്. എന്നെ എല്ലാ സംസാര രോഗത്തിൽ നിന്നും, ഈ ബന്ധനത്തിൽ നിന്നും എന്നെ മാറ്റി. ഇപ്പൊ എനിക്ക് ഏറ്റിരിക്കുന്ന ഒരു രോഗം എന്താ? ഭക്തിയില്ല. അതിന് മരുന്നെന്താ? നിന്റെ ഭക്തി തരിക. അതേ ഒരു മരുന്നായിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് പരിപൂർണ ഭക്തി തരണം ഗുരുവായൂരപ്പ എന്ന് ചോദിച്ച് ഭട്ടതിരി വിശ്വരൂപ വിരാട് പുരുഷ ഉത്പത്തിനെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.